ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ അതുപോലെ ബീഫ് അച്ചാർ ഇടുന്നുണ്ട്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ചോദിച്ചായിരുന്നു, ബിജിക്കുട്ടി എന്നാന്ന് തോന്നുന്നു, അച്ചാറിൽ വിനെഗർ ചേർക്കുമെന്ന്. അച്ചാറിൽ വിനെഗർ ചേർക്കും. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു നോൺ വെജ് ആണെങ്കിൽ ഒരു 4-5 കൂടിപ്പോയ ഒരു 6 മാസം അല്ല ഒരു 4-5 മാസം അത്രയും നാളൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ വിനെഗർ ചേർക്കണം. അല്ലെങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിലും വിനെഗർ ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് പൂക്കും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം. അപ്പം വിനെഗർ ഞാൻ ചേർക്കാറുണ്ട്, അല്ലാതെ വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. വെജ് ആണെങ്കിൽ നമുക്കൊരു വർഷമൊക്കെ, പിന്നെ നാരങ്ങയൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇരിക്കും തോറും അത് കനിഞ്ഞ് നല്ലതാവും. അങ്ങനെയാണല്ലേ. പിന്നെന്താ, പിന്നെ മഴയാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് നല്ല മഴ. ഇനിയിപ്പം രാവിലെ എണീക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചിനെ പിന്നെ പറയണം. ഞാനിരുന്ന് തന്നെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണിക്കും. അലാറം അടിച്ചിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇരുന്ന് അങ്ങോട്ട്. എനിക്കല്ലെങ്കിലും പണ്ടേ രാവിലെ ഒരു 3-4 മണിയാകുമ്പോഴാണ് ഉറക്കം വരുന്നത്. ഇത് പിന്നെ പറയണം. പിന്നെ നമ്മൾ എണീറ്റ് അപ്പം ഞാൻ അവിടെ ചിന്തിക്കും, ഇന്ന് ഇവനെ വിടണ്ട. പിന്നെ ചിന്തിക്കും, ദൈവം ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ എനിക്കാണ് ഡബിൾ ഡ്യൂട്ടി. അതുകൊണ്ട് പിന്നെ അങ്ങ് വിടുന്നതാണ്. മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ടത് കിടക്കാം. പിന്നെ ഉച്ചയ്ക്കും എന്നെ വിളിക്കാൻ പോകുന്ന സമയത്ത് മഴ, അതെനിക്കിഷ്ടമല്ല. പിന്നെ എല്ലാ സാഹചര്യത്തിലും നമ്മൾ ജീവിച്ചാലല്ല പറ്റത്തുള്ളൂ. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരെ സമ്മതിക്കണേ. മഴയും പിടിച്ച് ഇവിടേക്ക് ആണെങ്കിൽ ട്രെയിനൊക്കെ കയറണമെങ്കിൽ ആ ട്രെയിനിൽ കയറുമ്പോൾ കുട മടക്കി ആ മഴയെ നനഞ്ഞിട്ടാണ് ഇവരൊക്കെ കയറി പോകുന്നത്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ മായ എന്നോട് ചോദിച്ചാൽ, ചേച്ചി ആ മീനിൻ്റെ പേര് മനസ്സിലായില്ലെന്ന്. അലുവ എന്ന് പറയും ചിലയിടങ്ങളിൽ അലുവ മീൻ എന്ന് പറയും, ചിലയിടങ്ങളിൽ ആവോലി, കറുത്ത ആവോലി എന്ന് പറയും. ആ മീനായിരുന്നു കേട്ടോ. ഇവിടെ പോളും ബ്രൈസിനും അതിൻ്റെ പുറകെയായിരുന്നു. പോള് പിറ്റേ ദിവസം ഞാൻ വേറെ കേര ഉണ്ടാക്കിയെന്ന് പറയാം. ഇന്നലത്തെ മീനാണോ മമ്മി, അതെന്താ മീനാ. ഇവരൊക്കെ അങ്ങ് ആസ്വദിച്ച് കഴിക്കും. എനിക്ക് അത്ര ഇതൊന്നുമില്ലായിരുന്നു. അലുവ എന്നൊന്നും ആവോലിയെന്നോ അങ്ങനെയുള്ള ഇതൊന്നുമില്ലായിരുന്നു. പ്രൈസിനും അതുപോലെ. കാരണം നല്ല തിക്ക് മാംസം, അതിന് മുള്ളങ്ങനെ ഇല്ലല്ലേ. വറുത്താൽ പിന്നെ പറയുകയും വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ വിലയുണ്ടായിരുന്നേ. ആ 2 എണ്ണത്തിന് 600 രൂപ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. മഴ താണ്ട നന്നായിട്ട് പെയ്യുന്നു. റീച്ചാൻ പാവം വന്നു കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലേ. ഇപ്പം മഴ പെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, ദൈവമേ റീച്ചാൻ വരുമ്പോൾ മഴ കാണല്ലേ. റെയിൻകോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ വെളിയിലൊക്കെ മഴയത്ത് പോകാമെന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിത് തലേന്ന് അരി അരച്ചായിരുന്നേ പിറ്റേന്നത്തേക്കിന്. അപ്പം അരി അരച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഈ പിള്ളേർക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ റാഗി പൗഡർ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ അവർക്കിഷ്ടമല്ല. അപ്പം ഞാൻ എന്തു വന്നേലും ഞാൻ ചിന്തിച്ച്, അല്ലാതെ പിള്ളേർ കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ, എന്തു വന്നേലും ഞാൻ വേറൊരു കുറച്ച് പാത്രത്തിൽ ഈ മാവെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ റാഗി പൗഡർ മിക്സ് ചെയ്ത് സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. സാധാരണ ഇഡലി മാവിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 സ്പൂൺ റാഗി ചേർത്തന്നേ ഉള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഈ ഷുഗർ ഉള്ളവർക്ക്, അയൺ കുറവുള്ളവർക്ക് എല്ലാം ശരീരത്തിന് വളരെ നല്ല റാഗി. എനിക്കാണേലും റാഗി തന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു വല്ലാത്ത അസ്വസ്ഥത, തൊണ്ടകൊക്കെ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല പ്രാവശ്യവും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പം റേച്ചാനാന്നേലും നമുക്കിതിൽ നിന്ന് കൊടുക്കാമല്ലോ. അവർക്കൊക്കെ ഈ പിള്ളേരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ വേണ്ടാന്നും പറഞ്ഞ് അങ്ങ് കടുംപിടുത്തം പിടിക്കും. പിന്നെ ഞാൻ എന്തെന്നേലും ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ ഇനിയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ അത്രയും അവർക്കും നല്ലതല്ലേ. ഇപ്പോൾ ഉള്ള മനുഷ്യരെല്ലാം, ഹെൽത്ത് നോക്കുന്നവരെല്ലാം മില്ലറ്റിലേക്കാണ് തിരിഞ്ഞേക്കുന്നത്. ഇത് മില്ലറ്റിൻ്റെ കഞ്ഞി, അങ്ങനെ പല ഇതിൽ ഞാൻ ഒരിടയ്ക്ക് ഇങ്ങനെ മില്ലറ്റ് ഒരു 3-4 എണ്ണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ 1-2 ടേബിൾ സ്പൂൺ ഞാൻ ഇങ്ങനെ മാവിൻ്റെ അകത്ത് ചേർത്ത് ദോശ ഇഡലിയും ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പിറ്റേന്ന് ഏതാണ്ട് 2
നമ്മൾ റാഗി ഇട്ടതാണേലും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. രണ്ടിലും ഞാൻ ഇച്ചിരി ബാക്കിയുള്ള മിക്സി കഴുകിയ വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പൊഴിച്ചിട്ട് രണ്ടിൻ്റെ അകത്തും ഉപ്പ് ചേർത്തിട്ട് രണ്ടും മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ റാഗി ദോശയല്ല ഉണ്ടാക്കുന്നത്, റാഗി ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച്. റാഗി ചേർത്തയാണേലും നന്നായിട്ട് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും, നന്നായിട്ടത് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്, നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ പുളി ടേസ്റ്റ് ഇല്ല, നന്നായിട്ടത് ഇതായിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൈസിന് വേണ്ടി മസാല ഇഡലി ഉണ്ടാക്കിയായിരുന്നു, അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അവന് ഇതാ കൊടുത്തു വിടുന്നത്. സാമ്പാർ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കില്ല, ഞാൻ പറഞ്ഞില്ലേ പോളിന് ഇഷ്ടമുള്ള സാമ്പാർ, അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അതാ ഇന്ന് ഇതിൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പോൾ ഇഡലിയൊക്കെ ഞാൻ ഒരു തട്ട് അല്ലാതെ ഉണ്ടാക്കിയായിരുന്നു, നോർമൽ ഇഡലി, അതൊക്കെ ഒന്ന് ഇളക്കിയിടട്ടെ. എന്നിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഇതുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പം നമ്മുടെ ഈ കാല് കഴപ്പ് അതിനൊക്കെ ഈ റാഗി ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് ഇത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡയറക്റ്റ് ഈ കർണാടകത്തിലൊക്കെ എന്തുവാ റാഗി ബുദ്ധ എന്നോ അങ്ങനെങ്ങാണ്ട് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കും. അതും ഇതുപോലെ ഇങ്ങനെ കട്ട പോലെ നമ്മുടെ കുഴക്കട്ട പോലെ ഉണ്ടാക്കിയിട്ട് കറി കൂട്ടി കഴിക്കുന്നതാണ് അതും. പക്ഷേ എനിക്ക് ഡയറക്റ്റ് റാഗി കൊണ്ട് കഴിക്കുമ്പോൾ എൻ്റെ ത്രോട്ടിന് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. അപ്പം ഞാൻ ഇനി ഉണ്ടാക്കുന്നത് റാഗിയുടെ കേട്ടോ. എനിക്ക് അത്രയും മാവെടുത്ത് മാറ്റി വെച്ചത് 5-8 ഇഡലി ഉണ്ടാക്കാനുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു. ഒരു പ്രൈസൻ 2-3 ദിവസത്തിന് മുമ്പിട്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, അവൻ്റെ ബർത്ത്ഡേക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോകും, അവൻ്റെ സ്കൂളിൻ്റെ അവിടെ നിന്ന്. ഈ പിള്ളേർ തമ്മിൽ ബസ് ഇരുന്ന് ഇതൊക്കെയാണ് സംസാരം. അപ്പോൾ അവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് കണ്ട് ഏതുകൊണ്ട് അതിൻ്റെ പേരൊക്കെ വന്നിരുന്ന് പറഞ്ഞ്. അപ്പം ഈ കൂട്ടുകാർ അവർ പറയാം, അവർ ചിലപ്പോൾ ചില കുട്ടികൾ സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സംസാരം. അവൻ റെസ്റ്റോറൻറ്റ് അതിൽ പോയി, അവിടെ എനിക്കും പോകണം. അങ്ങനെ അന്ന് തൊട്ട് ഇങ്ങനെ നടക്കുക, നമുക്ക് പോണേ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നിനക്ക് വല്ല ഇവിടെ നിനക്ക് ഇച്ചിരി ചിക്കനും ബിരിയാണി റൈസും പോരെ, അത് ഞാൻ ഉണ്ടാക്കി തരാടാന്ന് പറഞ്ഞു. ഈയോ ചെവിയും തലയും കേൾക്കണ്ട ഇങ്ങനെ പുറകേ നടക്കുക. അപ്പം ഞാൻ അവനുള്ളതും ടിഫിനാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ റാഗി ഇഡലി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് വെളിയിൽ നല്ല കിളികളുടെ സൗണ്ട്. ഞാൻ ഇന്നേരം ഒന്ന് പോയിന്ന് വീഡിയോ എടുത്ത് ഞാൻ ഒന്ന് കേൾപ്പിക്കാമേ. രാവിലെ ഈ സൗണ്ടുകളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ് എൻ്റെ മനസ്സിന് എനിക്കങ്ങ് ഒത്തിരി സന്തോഷമാണ്. നമുക്കതൊരു പോസിറ്റീവ് തിങ്കിങ് തരും. ഇങ്ങനെ ഈ കാക്കയുടെയും കിളികളുടെയും സൗണ്ടൊക്കെ നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ ഒത്തിരി ആ സമയത്ത് നാട് മിസ് ചെയ്യും. അതാ ഞാൻ ഓടിപ്പോയി ചായ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോയി ഇച്ചിരി സൗണ്ട് വീഡിയോ എടുത്തതാണ്. ഇനി ചായ എടുക്കട്ടെ, ചായ കൊടുക്കട്ടെ. അപ്പം ഈ ഇഡലി നിങ്ങൾക്ക് എടുത്തിടുന്നത് കാണുമ്പോഴേ അറിയാമല്ലോ നല്ല സോഫ്റ്റാണെന്നുള്ളത്. പിന്നെ ആ സാമ്പാറും കൂട്ടി കഴിക്കാനും നല്ലതായിരുന്നു. കൂടുതലും എനിക്ക് തോന്നിയത് ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് നല്ലതെന്ന് തോന്നുന്നു. യാതൊരു വിധമായ ടേസ്റ്റ് വ്യത്യാസവും ഒന്നുമില്ലായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പം നമുക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കേ. ഡയറക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി എൻ്റെ കൂട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക്. വളരെ നല്ല. ഞാനൊന്ന് മുറിച്ച് കാണിക്കാമേ. നല്ല സോഫ്റ്റാണ്. രാവിലത്തെ അംഗം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി, അതായത് പിന്നെ വെള്ളത്തിൻ്റെ ക്യാൻ 1-2 ദിവസം കൂടുമ്പോൾ അതൊന്ന് കഴുകും. അതിൻ്റെ അകത്ത് പിന്നെ വെള്ളം നിറയ്ക്കണം, പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണം, പിന്നെ പാത്രങ്ങൾ കഴുകണം, അങ്ങനെയുള്ള എല്ലാം. ഇപ്പം ഞാൻ ഇന്ന് പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകി. ഇനിയിപ്പം എന്നിട്ടല്ല ക്യാൻ ഇതിൻ്റെ അകത്തിട്ട് ചെയ്യാക്കുക. അതുകൊണ്ട് പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വെള്ളമൊക്കെ തിളപ്പിക്കണം, അങ്ങനെയുള്ള പരിപാടികളാണ്.
അപ്പോൾ ചപ്പാത്തിക്ക് ഇന്നലെ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കിയായിരുന്നല്ലോ, അതിൻ്റെ ഇവർ ഒരു നേരം അന്ന് ഉച്ചയ്ക്ക് മാത്രമേ അവർ കഴിച്ചുള്ള അതെടുത്തുള്ളൂ. അപ്പം ബാക്കി ഗ്രേവി കുറച്ചുണ്ടായിരുന്നു. അപ്പം പ്രൈസിന് ആ ഗ്രേവി ഇഷ്ടമാണ്, പക്ഷേ അവൻ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു പേരിന് വേണ്ടി അതിലൊരു അരമുറിയിലും മുട്ട ഉണ്ടെങ്കിൽ അവന് താല്പര്യമുള്ളൂ. അപ്പം ഞാൻ പിന്നെ ആ ഗ്രേവി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അവൻ ഉച്ചയ്ക്ക് അതുണ്ടെങ്കിൽ പിന്നെ ആശാന് സന്തോഷമാണ്. അപ്പം ഡാഡിക്കും പിന്നെ ഒരു മുട്ട കൊടുത്ത്. അപ്പോൾ എന്നും അങ്ങനെ നമ്മൾ മുട്ട എടുക്കാറില്ല, പക്ഷേ ഇപ്പോൾ ആ ഗ്രേവി ഉള്ളത് കൊണ്ടേ ഇന്ന് അടുപ്പിച്ചങ്ങ് എടുത്തതേ ഉള്ളൂ. ഒരു വീട്ടമ്മയ്ക്കാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആ ഗ്രഹനാഥന്മാരുണ്ടെങ്കിൽ ആരും വഴക്ക് പറയല്ലേ, അല്ലെങ്കിൽ ആണുങ്ങളുണ്ടെങ്കിൽ. കാരണം ഒരു വീട്ടമ്മയ്ക്ക് ഭയങ്കര നോക്കിയും കണ്ടും ചെയ്യണം. ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം, പിള്ളേരുടെ ടിഫിൻ നോക്കണം, പിള്ളേരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം നോക്കണം, ടൈം ടേബിളിൻ്റെ കാര്യം നോക്കണം. ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തനമാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ജോലി. പിന്നെ ഭർത്താവിന് ടിഫിൻ, അങ്ങനെ പല പല കാര്യങ്ങളല്ലേ. ബീഫ് വാങ്ങിക്കാൻ പോകണമായിരുന്നു. രാവിലെ പോയി മഴക്കോളുമായിരുന്നു, എന്തോ അന്നേരം പെയ്തില്ല. ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്ന വഴിക്ക് 10 രൂപ, നല്ല മണമുള്ള കറിവേപ്പില. ഞാൻ പറഞ്ഞു ഇവരെന്തോ ചെയ്യുന്നോ ഇങ്ങനെ അങ്ങ് ഒടിച്ചിട്ടാണ് നമുക്ക് കവറിലിട്ട് തരുന്നത്. ഞാൻ പറഞ്ഞു ഒടിക്കണ്ട, അതുപോലെ ഇങ്ങനെ തന്നാൽ മതിയെന്ന്. നല്ല കിളുന്ന വന്നിട്ട് പിന്നെ അരി തിളപ്പിച്ചിട്ടിട്ടാണ് പോയെ. ഒന്നുടുപ്പം വന്ന് തിളപ്പിച്ചിട്ട് പറഞ്ഞില്ലേ ഇന്നലത്തെ മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് മുട്ടയും കൂടെ ഇട്ട് ചപ്പാത്തി കൊടുക്കാനുള്ളവർക്ക് കൊടുത്തിനി. കാബേജും അരിഞ്ഞു വെച്ചിട്ടാണ് പോയി. ഇനി കാബേജ് തോരൻ വെക്കണം. ഇന്നത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. പിന്നെ ഇനി ബീഫിൻ്റെ പരിപാടികൾ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ തുണികളൊക്കെ ആയായിരുന്നു. ഇനി എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ഒന്ന് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഡെയിലി തുണി കഴുകണം. ആ തുണി ഇപ്പോൾ ഉണങ്ങാൻ ഒത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഹോളിൻ്റെ അകത്ത് ആ കർട്ടൻ്റെ റോഡുണ്ടല്ലേ, അകത്ത് ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ അവിടെ എപ്പോഴും ആ ഫാൻ 24 ഹവേഴ്സും ഫാൻ ചാലുമല്ലേ. അപ്പോൾ ആ കാറ്റിൻ്റെ ഇതുകൊണ്ട് അതൊക്കെ അങ്ങ് ഉണങ്ങും. പിന്നെ എന്തോ ചെയ്യും, മുറിയിലൊക്കെ പറയും ഫ്രണ്ട് റൂമിൽ തുണി ഇടലെന്നൊക്കെ ചിലർ പറയും. പക്ഷേ എന്തോ ചെയ്യാൻ, നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്താലല്ല ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ തുണി ഇങ്ങനെ കൂടി മഴ ആകുമ്പോഴേ ഒരു വല്ലാത്ത ഇതാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഹോള് ഈ റൂമും എല്ലാം ഉള്ളു. അപ്പം നാട്ടിലാണേലും വീട്ടിൽ വിളിച്ചിട്ട് പറയും തുണികളിങ്ങനെ കൂടിക്കിടക്കും, എങ്ങനെ ഉണങ്ങുമെന്ന്. പിന്നെ നമ്മൾ പിന്നെ റിൻസൊക്കെ ചെയ്ത് വരുന്നതായത് കൊണ്ട് പിന്നെ ഇച്ചിരി ഒന്ന് കാറ്റടിച്ചാൽ പിന്നെ അനു വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ രാവിലെ അങ്ങ് നൂത്തിടും. അവൾ വരുമ്പോൾ ഞാൻ തന്നെ നീക്കി കൊടുക്കും. അവളെയും കൊണ്ട് നീക്കിയ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് അതങ്ങ് ചിലപ്പോൾ അങ്ങ് താഴാവും. അതുകൊണ്ട് പിന്നെ അവൾ വരുന്നതിന് മുമ്പിട്ട് ഒത്തിരി തുണി ഉണ്ടെങ്കിൽ ഞാനങ്ങ് വിരിച്ചിടും. അത്രയും അവിടെയും കാറ്റും ഉള്ളത് കൊണ്ടേ അങ്ങ് പിന്നെ വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേന് ഇവിടെ അകത്തി അങ്ങ് കൊണ്ടിടുന്നത് ഇവർ അകത്തിടുന്ന ബനിയൻ അങ്ങനെ കട്ടി കുറഞ്ഞ സാധനങ്ങളാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാബേജ് അരിഞ്ഞ് വെച്ചിട്ടാണ് മതി. അപ്പം ബീഫ് 2-3 ദിവസം കൊണ്ടേ ഞങ്ങൾ വിളിക്കുക. എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. എനിക്ക് 1-2 ആഴ്ചയായെന്ന് തോന്നാം ഓർഡർ വന്നിട്ട്. അപ്പോൾ അവരെ വിളിച്ചു ചോദിക്കുന്നത് നമുക്ക് അവർ പറയും, അവർ ഈ സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മളടുത്ത് പറയുന്നത് നല്ലതാണോ എന്തുവാ, നിങ്ങൾ വരണോ വരണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ചെന്നോണ്ടേ 2 ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ പിന്നെ പറഞ്ഞു ഇന്ന ദിവസം ഇത്ര മണിക്ക് വാന്ന്. അവർ പറയുന്നത് എന്തോ സ്ട്രൈക്ക് ഇനി ഉടനെ വരാൻ പോകുന്നു. കാരണം ഈ ഇടയ്ക്ക് ഇവിടെ ബാൻ ചെയ്തായിരുന്നല്ലേ. അപ്പോൾ ആക്ച്വലി ഇവർ ഇത് പിന്നെ പശുവോ കാളയോ ഒന്നുമല്ല, ഈ പോത്ത. അപ്പം അതുകൊണ്ട് ഈ ശിവസേനക്കാരൊക്കെ എന്താണ്ടൊക്കെ പ്രശ്നമായതുകൊണ്ട് എന്തോ സ്ട്രൈക്ക് പോലെ ഉണ്ടെന്ന് പറയുന്നു. അവരൊരു 11:30-12 മണിക്കാണ് ഞങ്ങളെ വിളിച്ചത്. ആ സമയമാകുമ്പോൾ അവരുടെ ഇച്ചിരി ആൾക്കാരൊക്കെ ഒന്ന് കുറയും, അവർ കസ്റ്റമറുടെ ഒന്ന് കുറയും, ഇച്ചിരി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം. വെള്ളിയാണെങ്കിൽ പിന്നെ പറയണ്ട, അന്ന് വെള്ളിയല്ലായിരുന്നു, അവർ നിസ്കരിക്കാനൊക്കെ പോകുമല്ലേ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം പിന്നെ ഇതൊക്കെ ചെയ്തത്. അവർക്ക് ഉച്ചയ്ക്കുള്ളതെല്ലാം കൊടുത്ത് ഇനിയിപ്പം വൈകിട്ടത്തേക്കിന് മതിയല്ലോ, അതുകൊണ്ട് സാവകാശം ചെയ്താലും മതി. അപ്പോൾ കാബേജെല്ലാം ഒന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴയാണെന്ന് പറഞ്ഞാലും എന്നെ നല്ലതായിട്ട് വിയർക്കുക, നല്ല വിയർപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ
ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.